അപ്പോൾ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു റെയിൽവേ പാളമാണ് കാണിക്കുന്നത് കേട്ടോ. ആ റെയിൽവേ പാളത്തിൽ കൂടെ ഒരു വണ്ടി, അതായത് ഒരു കാറ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതും ആ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിത്രത്തിൻ്റെ പേര് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്നാണ് കേട്ടോ. ഇപ്പോൾ റിലീസായ ഈ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവിയുടെ പുതിയ ഫ്രാഞ്ചൈസാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. അപ്പം ഈ മൂവിയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കേട്ടോ. ഒരു പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്, ഏകദേശം ഒരു 80s കാലഘട്ടമൊക്കെ. അപ്പോൾ ആ ഒരു കാറിലിരിക്കുന്നത് നായികയും നായകനുമാണ്. ചിത്രത്തിലെ നായികയും നായകനുമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നങ്ങ് മൊത്തത്തിൽ അങ്ങ് നായികയെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ആ ഒരു ക്യാരക്ടറാണ് ഈ നായിക അവതരിപ്പിക്കുന്നത്. ക്യാരക്ടറിൻ്റെ പേര് ഐറിസ് എന്നാണ്. അപ്പോൾ ഐറിസും പോളും രണ്ടുപേരും ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ അവർ ഒരു സ്ഥലത്തേക്ക് ഈ ഐറിസിനെ പോള് കൊണ്ടുപോവുകയാണ്. ആ ഒരു സ്ഥലത്തിൻ്റെ പേര് സ്കൈ വ്യൂ എന്നാണ് കേട്ടോ. അപ്പം ആ ഒരു സ്ഥലം ഇപ്പോൾ പണി കഴിപ്പിച്ച് ഏകദേശം കുറച്ച് ദിവസമായിട്ടുള്ളൂ. ആ ഒരു ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അത് വളരെ ഹൈറ്റിലാണ് കേട്ടോ. ഭയങ്കരമായ നമ്മുടെ സ്കൈയുടെ അത്രയും ഹൈറ്റിലാണ് ഈ ഒരു ബിൽഡിംഗ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ ഒരു സ്ഥലത്തേക്ക് തൻ്റെ ലവറിനെ പോള് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തോ ഒരു സർപ്രൈസും അവൾക്ക് കാത്തു വെച്ചിട്ടുണ്ട് പോൾ. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് ഐറിസിന് ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഹൈറ്റ് കണ്ടപ്പോൾ ഐറിസിന് ചെറിയൊരു ഭയമൊക്കെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട്, വളരെ റൊമാൻറ്റിക് ആയിട്ട് രണ്ടുപേരും ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ കയറാൻ പോകുന്ന സമയത്ത് തന്നെ അവിടെ അടുത്തായിട്ട് വേറൊരു സീൻ കാണിക്കുന്നുണ്ട്. അതായത് ഒരു പൂളിൽ ഒരു കുട്ടി ഇങ്ങനെ കോയിൻസ് എറിയുന്ന ഒരു കാഴ്ച കൂടെ ആ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ ആ കുട്ടിയെ വിലക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ കോയിൻസ് ഒന്നും ഇവിടെ ഇടാൻ പാടില്ല, അതൊക്കെ ലീഗലി തെറ്റാണ് എന്നൊക്കെ ആ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഓഫീസർ ആ കുട്ടീനെ വിലക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സീനും കൂടെ അതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ ഐറിസ് ദൂരെ നിന്നും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഐറിസിന് എന്തോ ഒരു നെഗറ്റീവ് വൈബ് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെന്ന് വെച്ചാൽ അവൾക്ക് ആ ഒരു ഫീലിംഗ് അവൾക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം പോളിനോടൊപ്പം അവൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ പോൾ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നതല്ലേ എന്ന് വിചാരിച്ച് അവൾ ഒന്നും തന്നെ പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ അവൾ ഉള്ളിൽ ഭയം വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ അവർ ഒരു ലിഫ്റ്റിലാണ് കേട്ടോ ഇതിൻ്റെ ഹൈറ്റിലേക്ക് പോകുന്നത്. അപ്പം ഒരു ലിഫ്റ്റ് ഉണ്ട്. പക്ഷേ ആ ലിഫ്റ്റിൽ മാക്സിമം ആളുകളെക്കാളും കൂടുതൽ ആളുകളുമായിട്ടാണ് ആ ഒരു ലിഫ്റ്റിൽ പോയിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഐറിസിന് വളരെയധികം ഭയമുണ്ടാക്കി. ഹൈറ്റിൽ പോകുമ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്നൊക്കെ അവളുടെ ഉള്ളിൽ ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരാൻ തുടങ്ങി. അങ്ങനെ അവർ ആ ഒരു സ്കൈ വ്യൂവിൻ്റെ ആ ഒരു മെയിൻ സ്ഥലത്ത് എത്തി കേട്ടോ. എത്തിയപ്പോൾ തന്നെ നമ്മുടെ നായികയായ ഐറിസിന് ഭയങ്കരമായ പേടിയും അവൾക്ക് ഉടനെ തന്നെ ബാത്റൂമിൽ പോകാനായിട്ടുള്ള ഒരു ഫീലിങ്ങും ഉണ്ടാകുന്നു. അങ്ങനെ ബാത്റൂമിലെത്തുന്ന ഐറിസ് എന്തോ ഒരു ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ട് നിന്ന അല്ലെങ്കിൽ ഡാൻസറായിട്ടുള്ള ഒരാൾ ഐറിസ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐറിസിനോട് അവർ ചോദിക്കുന്നുണ്ട് എത്ര മാസമായി, എത്രയായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഐറിസ് ഇങ്ങനെ അത്ഭുതത്തോടെ എത്ര മാസം, എനിക്കങ്ങനെയൊന്നുമില്ലല്ലോ എന്നിങ്ങനെ തിരിച്ച് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്രഗ്നൻ്റ് അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഐറിസ് പറയുന്നു അതെ, ഞാൻ പ്രഗ്നൻ്റ് ആണ്, 2-3 മാസമായി കാണും, എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ ഐറിസ് ആ സ്ത്രീയോട് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ സ്ത്രീ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് നിങ്ങളെ റിയലായിട്ടാണോ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐറിസ് അതെ, അദ്ദേഹം എന്നെ വളരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ആ സ്ത്രീ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഈ കുട്ടി നിങ്ങൾക്കുള്ളത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഐറിസിന് എവിടെയോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. തന്നെ തൻ്റെ ബോയ് ഫ്രണ്ട് അവോയ്ഡ് ചെയ്യുമോ, ബ്രേക്കപ്പ് ആക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ, താൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഐറിസിൻ്റെ ഉള്ളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ പോൾ ഐറിസിനെയും കൂട്ടി ആ സ്കൈ വ്യൂവിനെ പുറത്തേക്ക് വരുന്നു. അതായത് സ്കൈ വ്യൂവിൻ്റെ മെയിൻ പ്ലോട്ടായിട്ടുള്ള സ്ഥലമാണ് ആ ഒരു സ്ഥലം. എന്ന് വെച്ചാൽ അത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വളരെയധികം ടെൻഷനും ആൻസൈറ്റിയും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ് പോൾ ഇപ്പോൾ ഐറിസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഐറിസിനെ അവിടെ വെച്ച് തന്നെ പോളിന് പ്രപ്പോസ് ചെയ്യാനായിരുന്നു പോളിൻ്റെ ശ്രമം. അങ്ങനെ ഐറിസിന് തൻ്റെ ഉള്ളിലെ സത്യം പുറത്ത് പറയാനും ആഗ്രഹിച്ചിരുന്നൊരു മൊമെൻ്റ് തന്നെയായിരുന്നു ആ ഒരു മൊമെൻ്റ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുന്നുണ്ട്.
അങ്ങനെ പോൾ തന്നെ ആദ്യം ഐറിസിനെ അങ്ങോട്ടേക്ക് പ്രപ്പോസ് ചെയ്യുന്നു. അതേസമയം തന്നെ ഐറിസ് പറയുന്നു, എങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും നീ പ്രപ്പോസ് ചെയ്തതായിട്ട് ഞാൻ കണക്കാക്കട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പോൾ അതിശയത്തോടെ ഇങ്ങനെ ചോദിക്കുന്നു, ഏത് രണ്ടുപേർ? അപ്പോഴാണ് പോളിന് മനസ്സിലാകുന്നത് ഐറിസ് പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ അവൻ വളരെയധികം ഹാപ്പി ആവുന്നു. ഇതേ സമയത്ത് തന്നെ അപ്പുറത്തായിട്ട് മറ്റേ ചെക്കനെ കാണിക്കുന്നുണ്ട്, ആ കോയിൻ എറിയുന്ന ചെക്കൻ. ആ ചെക്കൻ അവിടെ നിന്ന് കോയിൻ വെച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്നും ഒരു കോയിൻ അറിയാതെ തെറ്റി ഒരു വിൻഡ് ഹോളിലേക്ക് കയറി പോകുന്നതും കാണിക്കുന്നുണ്ട്. അവിടെ ഒരു അപകടം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പോളും ഐറിസും അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവർ വളരെയധികം ഹാപ്പിയായി. അങ്ങനെ ഡാൻസ് ചെയ്യാം, നമുക്ക് നമ്മുടെ എൻജോയ്മെൻറ്റ്, നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് ഡാൻസിലൂടെ തീർക്കാമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര ഡാൻസിങ് ഒക്കെയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നതായിട്ട്, അതായത് എൻജിൻസിനൊക്കെ കേട് വരുന്നതായിട്ടും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതായിട്ടും ഒക്കെ ഉള്ളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തോ അപകടം വരാൻ പോകുന്നു എന്നുള്ള സൂചനകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്യുകയാണ്. അങ്ങനെ ആ വിൻഡ് ഹോളിൽ നിന്നും എന്തോ ഒരു ലായനി പോലെ എന്തോ പുറത്തേക്ക് വരികയും അവിടെ തന്നെ അവിടെ നിന്ന് കുറേ ആളുകൾ താഴേക്ക് വന്ന് അത്രയും ഉയരത്തിൽ നിന്നും താഴേക്ക് വന്ന് ചിതറി വീഴുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. നിങ്ങൾ മൂവി കാണുന്നവരാണെങ്കിൽ 18+ ആണ് വീഡിയോ. അപ്പം ഇത് കാണുന്നവർ സൂക്ഷിച്ച് കാണുക കേട്ടോ. അത്രയ്ക്കും ബ്ലഡ് ഗ്ലോറാണ് ഈ ചിത്രത്തിൽ മുഴുവൻ. അങ്ങനെ തന്നെ ആ ഒരു കോയിനും താഴേക്ക് വീഴുന്നതായിട്ട് ആ ഒരു ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് എല്ലാവരും തന്നെ മരണപ്പെട്ടതായിട്ടാണ് കാണിക്കുന്നത്. ലാസ്റ്റ് നമ്മുടെ നായിക മാത്രം അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നു. നായികയും കൂടെ ആ ഡാൻസർ ആയിട്ടുള്ള അവരുടെ മോനും മാത്രമാണ് അവസാനം അവശേഷിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവസാനം രക്ഷപ്പെടും എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും അവസാനം അവരും മരണത്തിന് കീഴടങ്ങുന്നുണ്ട്. അങ്ങനെ ഇതൊരു സ്വപ്നമായിട്ട് നമ്മുടെ നായിക ഫ്ലാഷ് ബാക്ക് സീൻ കാണുകയാണ്. നായികയുടെ പേരാണ് സ്റ്റെഫാനി. ഇവളാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ കേട്ടോ. ഈ ചിത്രത്തിലെ മെയിൻ ആക്ട്രസ് ഇവരാണ് കേട്ടോ. സ്റ്റെഫാനി ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഈ ഒരു സ്വപ്നം കാരണം അവളുടെ ജീവിതം തന്നെ തകരാറിലാവുകയാണ്. അപ്പോൾ ഈ ഐറിസ് എന്ന് പറയുന്നത് സ്റ്റെഫാനിയുടെ മുത്തശ്ശിയാണ്. ഈ മുത്തശ്ശിയുടെ സ്റ്റോറി കാരണം ഇപ്പോൾ ഒരിക്കലും അവൾക്ക് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ അവളുടെ ക്ലാസ്മേറ്റും അവളുടെ കൂട്ടുകാരിയൊക്കെ പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തും. നീ ഇവിടെ നിന്നാലും ഇതിന് ഒരിക്കലും ഒരു പരിമിതി ഉണ്ടാകത്തില്ല. നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി നേരിടുകയേ ഉള്ളൂ. അതുകൊണ്ട് നീ ഇതിനൊരു സൊല്യൂഷൻ കാണണമെങ്കിൽ ഉടനെ തന്നെ നിന്റെ വീട്ടിൽ പോയി ഇതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നു. അങ്ങനെ അവൾ തിരികെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്തും അവൾക്ക് ഈ ഒരു സ്വപ്നം കാരണം പിന്നെയും അവളുടെ മൈൻഡ് ഓക്കെ ആവുന്നില്ല. പിന്നെയും അവൾ തകരാറുകളിൽ ആവുകയാണ്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ അവളുടെ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അങ്ങനെ സ്റ്റെഫാനിയെ കണ്ടപ്പോൾ തന്നെ വളരെ ഹാപ്പിയായ അച്ഛൻ അവളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവളുടെ അമ്മ കുറേ കാലങ്ങളായി ഇവരെ വിട്ടിട്ട് പോയിട്ട് മരിച്ചു പോയിട്ടില്ല, പക്ഷേ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്. അതിൻ്റെ റീസണൊക്കെ ഈ സ്റ്റോറിയുടെ ഇടയിൽ വെച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇപ്പോഴത്തെ സ്റ്റോറി നോക്കാം. അപ്പോൾ സ്റ്റെഫാനി വന്നിരിക്കുന്നത് തന്നെ തൻ്റെ മുത്തശ്ശിയെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ തൻ്റെ അച്ഛൻ അതിന് വിസമ്മതിക്കുന്നുണ്ട്. നീ അവരെ പറ്റി എന്തിനാണ് അറിയുന്നത്? അവരൊരു ദുഷ്ടയായ സ്ത്രീയാണ്, അവരെ പറ്റി നീ അറിയേണ്ട ആവശ്യമില്ല. നീ അതിന് പുറകെ ഒന്നും പോയി നിന്റെ ജീവിതം നശിപ്പിക്കരുത് എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. പക്ഷേ സ്റ്റെഫാനി അതിൽ നിന്ന് പിന്മാറുന്നില്ല. അപ്പോഴാണ് അവളുടെ അനിയൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നത്. അതേസമയം അവളെ വലിയ മൈൻഡൊന്നും അവൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് കാണുമ്പോൾ അവൾക്ക് വളരെയധികം സങ്കടം വരുന്നുണ്ട്. അവൻ്റെ പേര് ചാർലി എന്നാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കസിൻ്റെ വീട്ടിൽ ഞാൻ പോവുകയാണെന്ന്. അപ്പോൾ സ്റ്റെഫാനി പറയുന്നു, ഞാനും വരുന്നുണ്ട്, ഞാനും എൻ്റെ കസിൻസ് കൂടെ ആണല്ലോ, അപ്പോൾ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ ഒപ്പം ഇറങ്ങുകയാണ്. അങ്ങനെ കസിൻസിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ 3 പേരുണ്ട് കേട്ടോ. 2 ആണുങ്ങളും 1 പെണ്ണും ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരുമായിട്ട് വളരെ കമ്പനിയാണ് ചാർലി. പക്ഷേ സ്റ്റെഫാനിയെ ഇവർ 3 പേരും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അതിനൊരു റീസൺ ഉണ്ട്, അതും പിന്നീട് സ്റ്റോറിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെഫാനിയെ ആരും മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്റ്റെഫാനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു കസിൻ ജൂലി. അപ്പോൾ ജൂലിയ ഇങ്ങനെ ചാർലിയോട് വളരെയധികം അടുപ്പം കാണിക്കുകയും തന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെയൊക്കെ സ്റ്റെഫാനിക്ക് തോന്നുന്നു. അത് എന്തോ അതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടെന്നും സ്റ്റെഫാനിക്ക് പിന്നീട് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സ്റ്റെഫാനി ഓടി നേരെ ആൻറ്റിയുടെ അടുത്തേക്ക് പോവുകയാണ്. ആൻറ്റിയാണ് ബ്രെൻഡ, സ്റ്റെഫാനിയുടെ അമ്മുമ്മ, അതായത് ഐറിസ്. ഈ ഐറിസ് ആണല്ലോ ഇപ്പോൾ ഡ്രീമിൽ വന്നത്. ഇവർക്ക് 2 മക്കളാണ്, ഹവോർഡും അതുപോലെ സ്റ്റെഫാനിയുടെ അമ്മയായ ഡാർലീനും. ഈ ഡാർലീൻ ഒരുപാട് കാലങ്ങളായിട്ട് നാട്ടിലില്ല. തൻ്റെ അങ്കിൾ ഹവോർഡ് മാത്രമേ
ഇവിടെ ഉള്ളൂ. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ടെന്നും ഇങ്ങനെ അമ്മുമ്മയെ ഞാൻ നിരന്തരമായി സ്വപ്നത്തിൽ കാണുന്നുണ്ടെന്നും പരാതി പറയുന്നു. ഇങ്ങനെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റി പറയുന്നു, നീ എന്തായാലും നിൻ്റെ അങ്കിളിനോട് ഈ കാര്യങ്ങളൊക്കെ പറ, അങ്കിൾ ചിലപ്പോൾ നിനക്കൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്ന് തൻ്റെ അങ്കിളായ ഹവോർഡിനെ വിളിക്കുന്നു. അങ്ങനെ ഹവോർഡ് പറയുന്നുണ്ട്, നീ ആ സ്ത്രീയെ പറ്റി അറിയേണ്ട ആവശ്യമില്ല. ആ സ്ത്രീ ഭയങ്കര ദുഷ്ടയാണ്. അവർ ഓരോ മന്ത്രങ്ങളും തന്ത്രങ്ങളും വെച്ചിട്ടുള്ള സ്ത്രീയാണ്. നമ്മുടെ ഇവിടെയും ഒരുപാട് കത്തുകളൊക്കെ അവർ അയക്കുന്നുണ്ട്. അതായത് ഒരുപാട് പേര് മരിക്കുന്നതും ജനിക്കുന്നതും അതൊക്കെ അവരിങ്ങനെ കത്തുകളായിട്ട് അയക്കുന്നുണ്ട്. അവരൊരു ദുർമന്ത്രവാദിനി ആണെന്നൊക്കെ നമ്മുടെ സ്റ്റെഫാനിയോട് ഈ ഒരു ഹവേർഡ് പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന സ്റ്റെഫാനി, എനിക്ക് എന്തായാലും ഐറിസിനെ കണ്ടേ പറ്റുള്ളൂ, അവർ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഈ ഒരു സ്വപ്നം കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ആയാലും അവരെ കാണണം. എന്നാൽ ഹവേർഡ് അതിന് സമ്മതിക്കുന്നില്ല. ഹവേർഡ് പോകുന്ന തക്കത്തിൽ തന്നെ സ്റ്റെഫാനി ആൻറ്റിയോട് ഇങ്ങനെ നിർബന്ധപൂർവ്വം ചോദിക്കുകയാണ്, ആൻറ്റി പ്ലീസ്, എൻ്റെ ജീവിതം വളരെ അപകടത്തിലാണ്, എനിക്ക് മസ്റ്റായിട്ടും ആ ഒരു ലെറ്റർ തരണം, എനിക്ക് അവരെ കണ്ടുപിടിക്കണം, അവരോട് എന്താണ് കാരണം എന്നൊക്കെ എനിക്ക് ചോദിക്കണം, എൻ്റെ ജീവിതം വളരെ അപകടത്തിലാണ് എന്നൊക്കെ നമ്മുടെ സ്റ്റെഫാനി ആൻറ്റിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആൻറ്റി അവൾക്ക് ഈ ഒരു ലെറ്റർ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആൻറ്റിയുടെ ഹെൽപ്പോടുകൂടെ ആ ഒരു ലെറ്റർ ഒരു കബോർഡിന് താഴെ നിന്നും നമ്മുടെ സ്റ്റെഫാനിയുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. അങ്ങനെ സ്റ്റെഫാനി ആ ലെറ്ററും കൊണ്ട് തൻ്റെ അമ്മുമ്മയെ തേടി ഇറങ്ങുകയാണ്. അങ്ങനെ അവൾ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തുന്നു. അത് മറ്റുള്ള ആൾക്കാരിൽ നിന്നും വളരെ ദൂരെ അകന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഐറിസ് ജീവിക്കുന്നത്. അവരൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നും നമ്മുടെ സ്റ്റെഫാനി മനസ്സിലാക്കുന്നുണ്ട്. ഭയങ്കര ദുർഘടമായ വഴികളിലൂടെയാണ് അവരിപ്പോൾ താമസിക്കുന്ന വഴിയിലേക്ക് സ്റ്റെഫാനി എത്തുന്നത്. വളരെയധികം അപൂർവമായ ഒരു സ്ഥലത്താണ് അവർ ജീവിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന രീതിയിലുള്ളൊരു അവസ്ഥയിലാണ് അവർ ഇപ്പോൾ ജീവിക്കുന്നത്, അത്രയും സുരക്ഷിതയായി. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണുമെന്ന് സ്റ്റെഫാനിക്ക് മനസ്സിലായി. അങ്ങനെ സ്റ്റെഫാനി വരുന്ന സമയത്ത് തന്നെ അവർ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് കയറി വാ, പതുക്കെ വരണം, അങ്ങനെ വരണം, ഇങ്ങനെ വരണം എന്ന ഒരുപാട് റൂൾസൊക്കെ വെക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് കുറച്ച് വിചിത്രമായി നമ്മുടെ സ്റ്റെഫാനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും തൻ്റെ അമ്മുമ്മയാണല്ലോ, തന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പോടുകൂടെ നമ്മുടെ സ്റ്റെഫാനി വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവരെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഐറിസ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ അവരൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നും നമ്മുടെ സ്റ്റെഫാനിക്ക് മനസ്സിലാവുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ സ്റ്റെഫാനി നടന്ന കാര്യങ്ങളൊക്കെ ഐറിസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഐറിസ് തൻ്റെ സ്റ്റോറി, അതായത് താൻ തൻ്റെ ഫ്ലാഷ് ബാക്കിൽ കണ്ട ആ ഒരു സ്റ്റോറി സ്റ്റെഫാനിയോട് പറയുന്നു. അപ്പോൾ സ്റ്റെഫാനിക്ക് മനസ്സിലാകുന്നു ഈ ഒരു താൻ കണ്ട ഡ്രീം എന്ന് പറയുന്നത് തൻ്റെ അമ്മുമ്മയുടെ മനസ്സിലുണ്ടായ ഒരു തോന്നലാണ്. അതായത് മുൻപേ ഉണ്ടായ ഒരു തോന്നൽ, അതാണ് സ്റ്റെഫാനി കണ്ട ഒരു സ്വപ്നം. അങ്ങനെ ആ ഒരു സ്വപ്നത്തിൽ നിന്നും പുറത്തു വന്ന ഐറിസ് താൻ അന്ന് നടന്ന സംഭവം പറയുന്നു. അന്ന് തന്നെ ആ പ്രപ്പോസൽ സീൻ കണ്ടപ്പോൾ തന്നെ ഐറിസിന് മനസ്സിലായി ഇത് തൻ്റെ ഓർമ്മയിൽ വന്നതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്ന്. അങ്ങനെ ആ കുട്ടിയിൽ നിന്നും ആ കോയിനൊക്കെ മാറ്റി വെച്ച് അതുപോലെ ആ ഒരു മൈക്ക് സ്റ്റാൻഡിൽ ചെന്ന് നിന്ന് ഇവിടെ ഒരു അപകടം ഉണ്ടാകാൻ പോകുകയാണ്, എല്ലാവരും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടൂ, ഇവിടെ വലിയൊരു അപകടം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആളുകളോട് ബോധ്യപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോഴത്തെ സീനാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഐറിസിൻ്റെ സീനാണ്, ഐറിസിൻ്റെ വീടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ ഒരു ഐറിസ് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാനൊരു ഡയറിയിൽ, അതായത് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ ഈ മരണത്തെ തോൽപ്പിച്ചതിന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതായത് ആ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്കൈ വ്യൂ എന്ന ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാവരും തുടരെ ഓരോ വർഷങ്ങൾ ചെന്നപ്പോൾ മരിക്കപ്പെട്ടു, പക്ഷെ ഞാൻ മാത്രം ജീവിച്ചു. എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ ആ ഒരു ഡെത്തിൻ്റെ മുമ്പിൽ മരിക്കപ്പെട്ടു, പക്ഷെ ഞാൻ മാത്രം രക്ഷപ്പെട്ടതിന് റീസൺ എന്താണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഒരു ബുക്കിൽ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ച് ഞാൻ ജീവിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ നമ്മുടെ ഐറിസ് സ്റ്റെഫാനിയോട് പറയുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ആ ഒരു സ്കൈ വ്യൂ എന്ന അപകടത്തിൽ നിന്നും ഒരു കുട്ടി കൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. തൻ്റെ കൂടെ രക്ഷപ്പെട്ട വേറൊരു കുട്ടി കൂടെയുണ്ട്. ആ കുട്ടിയുടെ പേരാണ് ജേബി. ആ ജേബി എന്ന കുട്ടി ഇപ്പോൾ എന്തായെന്നൊക്കെ ഈ കഥയിൽ വരെ പറയും കേട്ടോ. അങ്ങനെ സ്റ്റെഫാനിയെ നിർബന്ധപൂർവ്വം ഈ ബുക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ അമ്മുമ്മ മരണത്തിന് കീഴടങ്ങുന്നുണ്ട് കേട്ടോ ഈ സീനിൻ്റെ അവസാനം. അങ്ങനെ അമ്മുമ്മയും മരിക്കപ്പെടുന്നു. അങ്ങനെ സ്റ്റെഫാനി ഇതെല്ലാം കണ്ട് വിഷമിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ആ ഒരു മരണാനന്തര ചടങ്ങിൻ്റെ സമയത്ത് നമ്മുടെ സ്റ്റെഫാനിയുടെ അമ്മ, അതായത് ഡാർലീൻ എന്ന് പറയുന്ന നമ്മുടെ ഐറിസിൻ്റെ മകളാണ് കേട്ടോ, ഡാർലീൻ തിരികെ എത്തുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ സ്റ്റെഫാനിക്കും സ്റ്റെഫാനിയുടെ ബ്രദറിനും വളരെയധികം അതിശയം തോന്നുന്നു. കാരണം ഇത്രയും വർഷം തന്നെ പിരിഞ്ഞു നിന്ന അല്ലെങ്കിൽ തങ്ങളെ പിരിഞ്ഞു നിന്ന അമ്മ എന്തിനാണ് ഇപ്പം തിരിച്ചു വന്നത് എന്നൊരു ക്വസ്റ്റ്യൻ
മാർക്കോടുകൂടെ നമ്മുടെ സ്റ്റെഫാനി നിൽക്കുകയാണ്. സ്റ്റെഫാനി ഇപ്പോൾ തൻ്റെ അമ്മയോട് വലിയ വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെഫാനി അവിടെയൊന്നും നിൽക്കാതെ തൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് തൻ്റെ ബ്രദറായിട്ടുള്ള നമ്മുടെ ചാർലി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമുക്ക് അമ്മയെ കൂടെ കൂട്ടിയാലോ, എന്തിനാ അമ്മ ഒറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ നമ്മുടെ സ്റ്റെഫാനിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെഫാനി പറയുന്നു, അവർ നമുക്ക് വേണ്ട, അവർ നമ്മളെ ഇത്രയും കാലം ഉപേക്ഷിച്ചിട്ട് പോയവരല്ലേ, അവരെ നമുക്ക് വേണ്ട എന്നൊക്കെ പറയുന്നു. അപ്പോൾ ചാർലി പറയുന്നുണ്ട്, നീയും നമ്മളെ അങ്ങനെയാണല്ലോ ഒഴിവാക്കിയിട്ടല്ലേ നീ പഠിക്കാൻ പോയത് എന്നൊക്കെ പറയുന്നു. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ചാർലി സ്റ്റെഫാനിയെ അവോയ്ഡ് ചെയ്തതെന്നുള്ള കാര്യം. ഇപ്പോൾ പ്രസൻറ്റിൽ കാണിക്കുന്നത് നമ്മുടെ സ്റ്റെഫാനി ആ ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങിയാണ്. അതായത് നമ്മുടെ ഐറിസിൻ്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ബുക്കില്ലേ, ആ ബുക്ക് എടുത്ത് ഓരോന്നായിട്ട് വായിച്ചു തുടങ്ങുമ്പോൾ സ്റ്റെഫാനിക്ക് മനസ്സിലാകുന്നുണ്ട് ആദ്യം മരണം നോട്ടിയത് അടുത്ത ഐറിസ് കഴിഞ്ഞാൽ അടുത്ത് മരിക്കാൻ പോകുന്നത് ഹവേർഡിൻ്റെ കുടുംബമാണെന്ന്. അങ്ങനെ സ്റ്റെഫാനി നേരെ ഹവേർഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഇപ്പോൾ ഒരു ഭയങ്കര പാർട്ടിയാണ്. അതായത് ഹവേർഡ് ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. കാരണം തൻ്റെ അമ്മ മരിച്ചു എന്നതിന് പുറമെ ഒരു വലിയ ശല്യമാണ് അവരെ വിട്ടു പോയത്. കാരണം അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരാളായിരുന്നു ഐറിസ്. അതായത് അവർ ഒരുപാട് സത്യങ്ങൾ പറഞ്ഞതൊന്നും ഹവേർഡിന് വിശ്വാസമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഐറിസിനെ ഒരു ശത്രുവായിട്ടാണ് ഹവേർഡ് കണ്ടിരുന്നത്. അപ്പം അവർ മരിച്ചത് ഒരു ആഘോഷമാക്കുകയാണ് ഇവിടെ ഹവേർഡിൻ്റെ വീട്ടിൽ. അപ്പോൾ ഒരു ആഘോഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ചിത്രം കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആ ഒരു ആഘോഷത്തിനിടയിൽ ഹവേർഡ് മരണപ്പെടുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇരയായി വന്നത് ഹവേർഡാണ്. അങ്ങനെ ആ ഒരു കുടുംബത്തിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഹവേർഡ് മരണപ്പെടുന്നു. അങ്ങനെ അവിടെ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നു ഇത് സത്യമാണ്. അതായത് നമ്മുടെ സ്റ്റെഫാനി പറയുന്ന ഈ ഒരു കാര്യങ്ങൾ എല്ലാം യഥാർത്ഥത്തിൽ നടക്കുന്നതാണെന്ന് ചെറുതായിട്ടൊക്കെ കുടുംബാംഗങ്ങൾക്ക് മനസ്സിലാവുന്നു. എന്നാലും എല്ലാവരും അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇങ്ങനെയൊന്നും നടക്കാൻ ഒരു വഴിയുമില്ല. ചിലപ്പോൾ ഹവേർഡ് മരിച്ചത് ഒരു അപകടം കാരണമാണ്, അതിനെ വെറുതെ ഒരു കോൺസ്പിറസി തിയറി ഒന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ നമ്മുടെ ഹവേർഡിൻ്റെ ഫാമിലി പറയുന്നുണ്ട്. ആരും ഇവളെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ അവളുടെ അമ്മ മാത്രം, അതായത് ഡാർലിൻ മാത്രം ചെറുതായിട്ടെങ്കിലും ഒന്ന് യോജിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി ആരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ സ്റ്റെഫാനി ആ ഒരു സമയത്ത് തന്നെ പറയുന്നുണ്ട്, അടുത്തിനി ആദ്യം നോട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്തിന് ഡെത്ത് ചേസ് ചെയ്യാൻ പോകുന്നത് ഈ കുടുംബത്തിലെ അതായത് ഹവേർഡിൻ്റെ മകനായിട്ടുള്ള മൂത്ത മകനെ ആയിരിക്കും ചേസ് ചെയ്യാൻ പോകുന്നത്. മൂത്ത മകനാണ് ഇപ്പോൾ കാണിക്കുന്ന എറിക് എന്ന് പറയുന്നത്. അപ്പോൾ എറിക് ഒരു ടാറ്റു ആർട്ടിസ്റ്റാണ്. അപ്പം ആൾ ഇങ്ങനെ ടാറ്റു ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ടാറ്റു സ്ഥലത്ത് മൊത്തം തീ പിടിക്കുന്നതാണ് കാണിക്കുന്നത്. തീ പിടിക്കുകയും അവിടെ മൊത്തം ഇങ്ങനെ അവൻ്റെ അപകടം ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. അങ്ങനെ ആ ഒരു സീനിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ സ്റ്റെഫാനി ഒരുപാട് പ്രാവശ്യം എറിക്കിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ എറിക്ക് ആ ഒരു കോളൊന്നും എടുക്കുന്നില്ല. കാരണം എറിക്കിന് ഒട്ടും തന്നെ സ്റ്റെഫാനിയെ ഇഷ്ടമല്ല. കാരണം ഈ ഒരു വിഷയം കാരണം തന്നെ ഇഷ്ടമല്ല. അങ്ങനെ എറിക്ക് അപകടത്തിൽപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റെഫാനിയും ചാർലിയും കൂടെ എറിക്കിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതായത് എറിക്കിന് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയോ എന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ എറിക്കിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഈ സീനിൽ കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ എറിക്കിനെ വഴിക്ക് വെച്ച് കാണുകയാണ്. അതായത് അവർ കാർ ഓട്ടിക്കുന്ന സമയത്ത് ഒരാൾ കാറിൻ്റെ മുകളിലൂടെ വീഴുകയും അത് എറിക്കാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ എറിക്കിനെ കാണുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റെഫാനി കാറിൽ നിന്ന് ഇറങ്ങി, നീ സൂക്ഷിക്കണം, ഫസ്റ്റ് നിന്നെയാണ് നോട്ട് ചെയ്യാൻ പോകുന്നത്, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം എനിക്കൊന്നും സംഭവിച്ചില്ല, നീ എന്നെ കൊല്ലാതിരിക്കണം എന്നൊക്കെ എറിക്ക് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എറിക്കൊന്നും തന്നെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് സ്റ്റെഫാനി പറയുന്നുണ്ട്, നീ സൂക്ഷിച്ച് നടക്ക്, ട്രക്കിൻ്റെ അടുത്തൊന്നും പോണ്ട, ഒരു അപകട സ്ഥലത്ത് നീ പോണ്ട, നീ നമ്മുടെ കൂടെ തന്നെ നടക്കുമെന്ന് പറയുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ എറിക്കിൻ്റെ സിസ്റ്ററായിട്ടുള്ള ജൂലിയ ജോഗിങ്ങിന് വേണ്ടി വരികയാണ്. അങ്ങനെ ജോഗിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് എറിക്കിനെ കാണുമ്പോൾ തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റിയടാ, എന്ത് പറ്റി, കയ്യിലൊക്കെ എന്താ പരിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറ്റിയില്ല എന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് തന്നെ അവിടെ ഒരു വേസ്റ്റ് എടുക്കുന്ന ഒരു ട്രക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ട്രക്കിലേക്ക് നമ്മുടെ വോളിബോൾ തട്ടി നമ്മുടെ ജൂലിയ അതിൻ്റെ അകത്തോട്ട് വീഴുകയാണ് കേട്ടോ. അങ്ങനെ ജൂലിയയ്ക്ക് ഒരു അപകടം സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ജൂലിയ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വലിയ ഭയങ്കരമായ ക്രൂരമായ ബ്രൂട്ടൽ ആയിട്ടുള്ളൊരു മരണമാണ് നമ്മുടെ ജൂലിയയ്ക്ക് പറ്റുന്നത്. ആ സീനൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ വളരെയധികം ബ്രൂട്ടലായിട്ടുള്ള സീൻസാണ് കേട്ടോ. നമുക്കൊന്നും തന്നെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള സീൻസാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ആ സീനൊന്നും ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾക്കൊന്ന് ചിത്രം കണ്ടു നോക്കിയാൽ അത് മനസ്സിലാവും. എനിക്ക് അതിന് സീനൊന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ മൂവി മൊത്തമായിട്ട് കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ ഈ ഒരു മരണത്തിന് ശേഷം എല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് ഉറപ്പാവുകയാണ്.
കാരണം ഇതിലെന്തോ സത്യമുണ്ട് എന്ന് മനസ്സിലാവുന്നു. പക്ഷേ എല്ലാവർക്കും സംശയം ഇതായിരുന്നു, അതായത് എറിക്കാണല്ലോ ആദ്യം മരിക്കേണ്ടത്, പിന്നെ എങ്ങനെയാണ് ജൂലി ആദ്യം മരിച്ചത്, ആ ഒരു ഓർഡറിന് എന്തോ പ്രശ്നം വന്നല്ലോ എന്നൊക്കെ നമ്മുടെ സ്റ്റെഫാനി ഇരുന്ന് സ്വന്തമായിട്ട് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ബ്രെൻഡ, അതായത് ഇവരുടെ ആൻറ്റി പറയുന്നുണ്ട്, അത് നിൻ്റെ ഓർഡറിന് തെറ്റുപറ്റിയതൊന്നുമല്ല, ജൂലിയാണ് ഞങ്ങളുടെ, അതായത് ഹവാർഡിൻ്റെ ആദ്യത്തെ മകൾ ജൂലിയ തന്നെയാണ്. എറിക്ക് ഹവാർഡിൻ്റെ മകനല്ല, പക്ഷേ എൻ്റെ മകനാണ്, പക്ഷേ ഹവാർഡിൻ്റെ മകനല്ല, എനിക്ക് വേറൊരു രീതിയിലുണ്ടായൊരു മകനാണ് എറിക് എന്ന് അപ്പോൾ അറിയുന്നു. അതേ സമയം തന്നെ മനസ്സിലാവുന്നു, അപ്പോൾ ഓർഡറിൻ്റെ തെറ്റല്ല, ഇവർ പറഞ്ഞതിൻ്റെ തെറ്റാണ് എന്ന് അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റെഫാനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അടുത്ത ഈ നോട്ട് ചെയ്യാൻ പോകുന്ന, അതായത് അടുത്ത ഡെത്ത് നോട്ട് ചെയ്യാൻ പോകുന്ന ആൾ ബോബിയാണെന്ന് ഇപ്പോൾ ആൾക്കാർക്ക് അവിടെയുള്ളവർക്കെല്ലാം മനസ്സിലാകുന്നു. അങ്ങനെ ബോബിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും നിൽക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ സ്റ്റെഫാനിയുടെ അമ്മ പറയുന്നുണ്ട്, ഒരു ഹോസ്പിറ്റൽ ഒരു ഹോപ്പ് റിവർ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിൽ ഇവരുടെ ഐറിസിന് അറിയാമെന്നുള്ള ഒരാളുണ്ട്, അതായത് JB എന്ന് പറയുന്ന ആ ഒരു ആൾ ഈ ഒരു ഹോസ്പിറ്റലിലുണ്ട്, നമുക്ക് അയാളെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് പിറകിലുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഒട്ടും താല്പര്യമില്ലാതെ എറിക്ക് തൻ്റെ ബ്രദറിന് വേണ്ടി അവരുടെ കൂടെ പോവുകയാണ് കേട്ടോ. അതായത് ബ്രദറിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി എറിക്ക് കൂടെ അവരുടെ കൂടെ പോവുകയാണ് ഹോപ്പ് റിവർ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ വെച്ച് JB എന്ന ആളെ കാണുന്നത്. ഈ JB എന്ന ആൾ നമ്മുടെ ഫ്ലാഷ് ബാക്ക് സീനിൽ കാണിക്കുന്ന ഒരു കുട്ടിയിലെ, ആ ഒരു ചെറിയ കുട്ടി, ആ ഒരു ഡാൻസറിൻ്റെ മകൻ, അവനാണ് ഈ JB എന്ന് പറയുന്നത്. ആളിപ്പോൾ വളർന്നൊരു ഡോക്ടറാണ് കേട്ടോ. അപ്പം ആൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഇവരൊക്കെ അല്ലേ, എല്ലാവരെയും അയാൾക്ക് നന്നായിട്ട് അറിയാം, കാരണം ഐറിസുമായി വളരെ നല്ലൊരു ബന്ധമായിരുന്നു JB സൂക്ഷിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ വന്ന എല്ലാവരെയും തന്നെ അയാൾക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അയാൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലേക്ക് പോവുകയാണ്. അതായത് തൻ്റെ അമ്മയോടൊപ്പം പാർട്ടിക്ക് അന്ന് താൻ അറിയാതെ അല്ലെങ്കിൽ അബദ്ധത്തിൽ വന്നതാണ്, അതായത് ആ ഒരു സ്ഥലത്ത് താൻ എത്തേണ്ടതല്ല, പക്ഷെ തൻ്റെ അമ്മ അന്ന് നിസ്സഹായമായി അവിടെ എന്നെ എത്തിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഐറിസ് ഇങ്ങനെ ബഹളം വെക്കുന്നതും എല്ലാം തന്നെ നമ്മുടെ ഈ JB, അവിടെ കുഞ്ഞു JB അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ രക്ഷിച്ചതും ഈ ഒരു ഐറിസ് എന്ന് പറയുന്ന അവരായതുകൊണ്ട് തന്നെ അവരോട് വലിയൊരു സ്നേഹം നമ്മുടെ JBക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാക്കി എല്ലാവരും മരിച്ചെങ്കിലും ഇപ്പോഴും ജീവിച്ചിരുന്നത് ഐറിസും JBയും ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഐറിസും മരിച്ചുവല്ലോ. അപ്പോൾ JB പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ അടുത്ത് പിന്നെ ഞാനായിരിക്കും മരിക്കുന്നത്, അതുകൊണ്ട് എനിക്കിനി ഈ തലവേദന ഏൽക്കാൻ വയ്യ, ഇനി മരിക്കുന്നത് വളരെ സമാധാനത്തോടെ മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വഴി ഒന്ന് പറഞ്ഞു തരൂ എന്നൊക്കെ ഇവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ JB പറയുന്നുണ്ട്, നിങ്ങൾക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല, ഏത് വഴിക്കായാലും മരണം നിങ്ങളെ പിടിക്കപ്പെടും, എന്തിനാണ് വെറുതെ നമ്മൾ മരണത്തിനോട് കളിക്കുന്നത്, അതിനേക്കാളും നല്ലത് മരണം ഏറ്റുവാങ്ങി നമ്മൾ സമാധാനത്തോടെ പോകുന്നതാണ് എന്നൊക്കെ നമ്മുടെ JB പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും കേൾക്കാതെ നമ്മുടെ മെയിനായിട്ടുള്ള ആൾക്കാരായ ബോബിയും എറിക്കും കൂടെ വേറൊരു പ്ലാൻ ഇവരൊന്നും അറിയാതൊരു പ്ലാൻ ഇടുന്നു. അതായത് ബോബിയെ കൊന്നിട്ട്, അതായത് ബോബി മരിച്ചതിന് ശേഷം തിരിച്ചവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ട്രിക്ക് എറിക്ക് ബോബിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ബാക്കി ആരും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല, ബാക്കി ആരും നിൻ്റെ ജീവന് വില കൊടുക്കുന്നില്ല, ഞാൻ മാത്രമേ നിൻ്റെ ജീവന് വില കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ എറിക്ക് ഇങ്ങനെ ബോബിയെ സോപ്പിടുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരു MRI സ്കാനിങ് ഒരു സ്ഥലത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ എറിക്ക് ബോബിക്ക് ഏറ്റവും അലർജിക് ആയിട്ടുള്ള, അതായത് ബോബി അതിൻ്റെ ഒരു പിഞ്ച് കഴിച്ചാൽ പോലും ബോബിക്ക് മരണം വരെ എത്താൻ സാധ്യതയുള്ളൊരു സാധനമാണ് പീനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പീനട്ടിലുള്ളൊരു ചോക്ലേറ്റ് വാങ്ങിയതിന് ശേഷം ആ ഒരു ചോക്ലേറ്റ് ബോബി കഴിച്ച് മരിക്കുക, അതിനുശേഷം ജീവിതത്തിലേക്ക് ഒരു കുത്തിവയ്പ്പിലൂടെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ഇതായിരുന്നു നമ്മുടെ എറിക്കിൻ്റെ പ്ലാൻ. അങ്ങനെ എറിക്ക് ഇവർ രണ്ടുപേരും കൂടി ഒരു MRI സ്കാനിങ്ങിൻ്റെ അവിടെ പോയിട്ട് നമ്മുടെ ബോബിയോട് ആ ഒരു ചോക്ലേറ്റ്, അതായത് പീനട്ട് ചോക്ലേറ്റ് കഴിക്കാൻ പറയുന്നു. അങ്ങനെ ആ ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്ത് തന്നെ അവിടെ പുറകിലൊക്കെ ആ MRIയിലൊക്കെ ഭയങ്കര എന്തോ ഒരു റേഡിയേഷൻസിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവരതൊന്നും കാര്യമാക്കുന്നില്ല. അങ്ങനെ ബോബി ആ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ തന്നെ ബോബിക്ക് അല്പസമയം കഴിയുമ്പോൾ തന്നെ ബോബിക്ക് ശരീരം മൊത്തം ആസകലം
ചൊറിയാനും അതുപോലെ അലർജിയുടെ ആഫ്റ്റർ എഫക്ട്സ് അറിയാലോ, അതുപോലെ ഒരുപാട് ഇങ്ങനെ ശ്വാസം വലിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവന് മരണവെപ്രാളം വരികയും അങ്ങനെ അവൻ നിർബന്ധിക്കുന്നു, ആ ഒരു സാധനം തരൂ, എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവാ, എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവാ, എന്നെ കൊല്ലാൻ കൊടുക്കാതെ എന്നൊക്കെ എറിക്കിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എറിക്കിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇവനെ മരിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ അവനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റവൻ മരണവെപ്രാളത്തിൽ ഇങ്ങനെ കിടന്ന് ആ ഒരു സാധനത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ അവിടെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ഒരു സീൻ എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും ബ്രൂട്ടലായിട്ടുള്ള സീനാണ്. അതിൽ ഫസ്റ്റ് തന്നെ മരിക്കുന്നത് എറിക്കാണ്. ആ ഒരു റേഡിയേഷൻ കാരണം ആ ഒരു MRI ഇവരെ രണ്ടുപേരെയും വലിച്ച് കൊണ്ടുപോയി കൊല്ലുന്നതാണ് കാണിക്കുന്നത്. അത് നമുക്കൊരിക്കലും കാണാൻ പറ്റാത്ത സീൻസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഈ ഒരു മരണകാഴ്ച നമ്മുടെ ബാക്കിയുള്ള മെമ്പേഴ്സായിട്ടുള്ള, അതായത് സ്റ്റെഫാനിയും സ്റ്റെഫാനിയുടെ അമ്മയായ ഡാർലീനും അതുപോലെ ചാർലിയും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു ഇത് രണ്ടുപേരും മരിച്ചല്ലോ, അപ്പോൾ എറിക്ക് മരിച്ചുപോയി. അപ്പോൾ എറിക്ക് അവരുടെ ബയോളജിക്കൽ മോനല്ലല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് എറിക്ക് മരിച്ചതെന്ന് ചാർലിക്ക് ഒരു സംശയം വരുന്നുണ്ട്. അപ്പം എറിക്ക് മരിക്കാനുള്ള റീസൺ, കാരണം എറിക്ക് ഡെത്തിനോടാണ് മത്സരിച്ചത്, അതായത് മരണത്തെ ചീറ്റ് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് എറിക്ക് മരണപ്പെട്ടതെന്ന് സ്റ്റെഫാനി പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഡാർലിൻ ഒരു പ്ലാൻ പറയുന്നതാണ്. നമുക്കിനി രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അതായത് ഐറിസ് ജീവിച്ചിരുന്നല്ലോ, ഐറിസ് ഒരു അപകടവും കൂടാതെ മരണത്തെ തോൽപ്പിച്ച് ജീവിച്ച ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു സ്ഥലത്തോട്ട് നമുക്ക് പോവാം, നമുക്ക് അവിടെ താമസിക്കാം, എത്രത്തോളം നമുക്ക് ജീവിക്കാൻ പറ്റുമോ അത്ര കാലം നമുക്ക് അവിടെ ജീവിക്കാം, അതായത് അല്ലാതെ വേറൊരു വഴി നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് പറഞ്ഞ് ഇവർ 3 പേരും ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഇവരൊരു വേറൊരു പ്ലാൻ ഇടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐറിസ് അവിടെ താമസിച്ചപ്പോൾ ബാക്കി അവരുടെ മക്കൾക്കോ ചെറുമക്കൾക്കോ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഐറിസ് മരിച്ചതിന് ശേഷമാണല്ലോ ഓരോന്നോരോന്നായിട്ട് മരിക്കപ്പെട്ടത്. അപ്പോൾ ഇനി ഞാൻ, അതായത് ഡാർലിൻ അവിടെ താമസിക്കാം, നിങ്ങളെല്ലാവരും സേഫായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലാനിലായിരുന്നു ഇവർ പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ തന്നെ ആ ഒരു ബിൽഡിങ്ങിനുള്ളിൽ ഗ്യാസ് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു, കാരണം മരണം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവർ എത്തുന്നതിന് മുൻപേ തന്നെ. ഇവർ എത്തി ഡാർലിൻ ആ വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ അവിടെ ഗ്യാസ് എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്യാസ് എക്സ്പ്ലോഷനിൽ നമ്മുടെ സ്റ്റെഫാനിയും അതുപോലെ ചാർലിയും ഒക്കെ അപ്പുറത്തപ്പുറത്തായിട്ട് തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. സ്റ്റെഫാനി വെള്ളത്തിനുള്ളിലേക്കും ചാർലി അതിൻ്റെ അടുത്തായിട്ടൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ഡാർലിൻ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് കയറി വരുന്ന സമയത്ത് തന്നെ ഒരു പോസ്റ്റ് വന്ന് നമ്മുടെ ഡാർലിൻ്റെ മുകളിൽ കൂടെ വീണ് ഡാർലിൻ മരിക്കുകയാണ്. അങ്ങനെ ഡാർലിൻ മരിക്കുമ്പോൾ ചാർലിയും അതുപോലെ സ്റ്റെഫാനിയും വിചാരിക്കുന്നത് ഇതോടെ എല്ലാം കഴിഞ്ഞു, അതായത് ഡാർലിൻ മരിച്ചല്ലോ, ഇനി നമുക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന വിശ്വാസത്തിലായിരുന്നു സ്റ്റെഫാനിയും അതുപോലെ നമ്മുടെ ചാർലിയും. അങ്ങനെ അവർ രണ്ടുപേരും തിരികെ ജീവിതത്തിലേക്ക് വന്ന സന്തോഷത്തിലാണിപ്പോൾ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് പ്രസൻറ്റ് സിറ്റുവേഷനാണ്, അതായത് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേ ആണ് പിന്നെ കാണിക്കുന്നത്. പ്രസൻറ്റ് ഡേയിൽ നമ്മുടെ ചാർലി നന്നായിട്ട് ഒരുങ്ങിയൊക്കെ നിൽപ്പുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഗേൾ ഫ്രണ്ടായ ജൂലിയുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മൊമെൻറ്റ് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ചാർലി റെഡിയായി നിൽക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ സ്റ്റെഫാനിയും ഡാഡും അവരുടെ അച്ഛനും ഒക്കെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ സ്റ്റെഫാനിയും ചാർലിയും അവരുടെ അച്ഛനും കൂടെ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു റോസാപ്പൂ എടുത്ത് ഇങ്ങനെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരു ബ്ലഡ് സ്പോട്ട് സ്റ്റെഫാനിയുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ തന്നെ അവൾക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു മൈൻഡ് തോട്ട് അവളുടെ ഉള്ളിൽ വരുന്നുണ്ട്. എന്നാലും അവൾ വലിയ കാര്യമാക്കിയില്ല, കാരണം അന്ന് തൻ്റെ എല്ലാം, അതായത് നമ്മുടെ ഡാർലിൻ മരിച്ചതോടെ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് അവളും കരുതിയിരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾക്ക് എന്തോ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാവുന്നു. അതേസമയം വേറൊരു സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കോയിൻ ഇല്ലേ, നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട ഒരു ഫ്ലാഷ് ബാക്ക് സീനിൽ കണ്ട ആ ഒരു കോയിൻ തന്നെ നമ്മൾ പിന്നെയും കാണുകയാണ്. അത് ഒരു റെയിൽവേ പാളത്തിൽ ഇങ്ങനെ വീഴുന്നതാണ് കാണിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാകും ഇനിയിപ്പോൾ തന്നെ ഒരു അപകടം ഉണ്ടാവാൻ പോവുകയാണെന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജൂലിയല്ല കേട്ടോ, ജെന്നിയാണ് നമ്മുടെ ചാർലിയുടെ ഗേൾ ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ ജെന്നിയുടെ അച്ഛനുമായിട്ട് സ്റ്റെഫാനി ഇങ്ങനെ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതും ഇങ്ങനത്തെ കാര്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നതും ഒക്കെയാണ്. അതേസമയം തന്നെ ജെന്നിയുടെ അച്ഛൻ ഒരു ഡോക്ടറാണ്. അപ്പോൾ ആൾ പറയുന്നുണ്ട് ഡാർലിൻ മരിച്ചത് മൊത്തത്തിൽ ഒരു ഹാർട്ട് കൊണ്ട് മരിച്ചിട്ടില്ലല്ലോ, അതായത് പെട്ടെന്ന് വന്ന അപകടമല്ലേ, അല്ലാതെ തനിയെ മരണപ്പെട്ടതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ചാർലി പറയുന്നു, അപ്പോൾ അത് അവിടം കൊണ്ട് തീർന്ന പ്രശ്നമല്ലേ, അവിടം കൊണ്ട് ആ പ്രശ്നം തീർന്നിട്ടില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ സ്റ്റെഫാനിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതേസമയം തന്നെ ആ ഒരു റെയിൽവേ പാളം തെറ്റി ഒരു ട്രെയിൻ
ട്രാക്ക് തെറ്റി ഇവരുടെ നേർക്ക് വരികയാണ്. അങ്ങനെ തന്നെ ഇവർ ആ ഒരു റെയിൽവേ പാളത്തിൽ കൂടെ ആ ട്രെയിൻ തെറ്റി വരുന്നതും ഇവർക്ക് നേരെയാണ്. ഇവർ രണ്ടുപേരും മാത്രമേ ഇനി മരിക്കാനുള്ളൂ. അങ്ങനെ ഇവർക്ക് നേരെ ആ ഒരു ട്രെയിൻ ഓടി വരികയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു ട്രെയിനിൻ്റെ മുൻപിൽ നിന്നും മരണപ്പെടുകയാണ് കേട്ടോ. വളരെ ബ്രൂട്ടലായിട്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും മരണപ്പെടുന്നത്. അങ്ങനെ ക്ലൈമാക്സിൽ ഇവർ രണ്ടുപേരും കൂടെ മരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കി അവശേഷിക്കുന്നത് ബ്രെൻഡ ആൻറ്റിയും പിന്നെ ഇവരുടെ അച്ഛനും മാത്രമാണ്. ബാക്കി എല്ലാവരും തന്നെ ബ്രൂട്ടലായിട്ട് മരണപ്പെടുകയാണ് ഗൈസ്. അങ്ങനെ ഈ മൂവി അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. നല്ലൊരു മൂവിയാണ്. ഇതിന് മുമ്പുള്ള മൂവീസ്, അതായത് ഫൈനൽ ഡെസ്റ്റിനേഷൻ 1 മുതൽ 5 വരെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ മൂവിയുടെ ടോൺ ഇതാണ്. കാരണം എല്ലാവരും മരിക്കും, അതാണ് ഈ ഒരു മൂവിയുടെ ടോൺ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ചിത്രവും എടുത്തിരിക്കുന്നത്. ഇതിൽ മറ്റ് മൂവീസിൽ നിന്നും ഈ മൂവി വ്യത്യസ്തമാവുന്നത് എവിടെ വെച്ചാട്ടാണെങ്കിൽ ബ്ലഡ് ലൈൻസ്, അതായത് ഈ മൂവിയുടെ പേര് പോലെ തന്നെ ബ്ലഡ്, അതായത് ചോരയിൽ പിറന്നവരെ മാത്രം കൊല്ലുന്ന ഒരു ഡെത്ത്, അതാണ് ഈ ചിത്രത്തിൽ മറ്റുള്ള ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ല കിടിലൻ മൂവിയാണ് ഗൈസ്. നിങ്ങൾ ഹൊറർ ത്രില്ലർ ഫാൻസ് ആണെങ്കിൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു മൂവി തന്നെയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ 6, അതായത് ബ്ലഡ് ലൈൻസ്. അപ്പോൾ നല്ല ചിത്രമാണ്. ഇതിലെ ആക്ടേഴ്സ് എല്ലാം പൊളിയായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി ഞാൻ പറഞ്ഞ രീതിയും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. തുടർന്ന് വേറെ മൂവീസിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും മൂവി എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ബൈ ഗൈസ്.